പുറത്തു പോകുന്ന സമയത്ത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഈ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴാണ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും എവിടെ ചെന്നാലും ഒതുങ്ങി അല്ല, നിൽക്കുന്ന മറ്റുള്ളവർ ആർക്കെങ്കിലും വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകുമ്പോൾ ഫ്രണ്ട്സിനെ കമന്റ് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാനായിരിക്കും ഏറ്റവും മുമ്പിൽ ചെന്ന് നിൽക്കണം. കമന്റ് അടിക്കാൻ ഇഷ്ടമല്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? അല്ല, കമന്റിൽ ഒരു രീതിയുണ്ട്, ഗുഡ് കമന്റ്സ് ആൻഡ് ബാഡ് കമന്റ്സ്. സോ അത് എവള് കൊള്ളാലോടാ എന്ന് പറയുന്നത് ബാഡ് കമന്റ് ആണോ? അല്ല, അത് കുഴപ്പമില്ല. പിന്നെന്താണ് ബാഡ് കമന്റ്? ബാഡ് കമന്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ട് ചില കമന്റ്സ് ഉണ്ടല്ലോ, ചില പാർട്സിനെ പറയുന്നത് വട്ടെവർ, അതൊന്നും നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഫ്രണ്ട്സിനെ ആര് പറഞ്ഞാലും പ്രതികരിക്കും. അത് പറഞ്ഞ അടി ഉറപ്പ്. അടിയൊന്നുമില്ല, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുമ്പോൾ അവർ ചിലപ്പോൾ കമന്റ് വിടും, ചേട്ടാ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ അതിലൊന്നും പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യാറില്ല ആ റിയാക്ട് ചെയ്തതിൽ. കാരണം നമ്മളെ ഇപ്പം നാളെ എനിക്ക് വന്നാലും അവരെ കാണുള്ളൂ എന്നെ പ്രൊട്ടക്ട്. അതിലൊന്നും നമ്മൾ പൊട്ടിക്കരയാറില്ല റിയാക്ട് ചെയ്താലും. അതിനൊന്നും പൊട്ടിക്കറില്ല, പക്ഷേ റിഗ്രറ്റും ചെയ്യത്തില്ല. റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അതിനകത്ത്. ഇല്ല, നമ്മൾ ശരിയല്ലേ. അതെ. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഞങ്ങളോട് ഞാനും ക്യാമറമാൻ അനുചേട്ടനോട് പറഞ്ഞത് ആ കുട്ടി വെറും ഒരു പാവം കുട്ടിയാണ്. പക്ഷെ ഇപ്പം മനസ്സിലായി, ഞാൻ പെട്ടു ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ആൾ നല്ല ബോൾഡാണ്, ആൾ പെട്ടെന്ന് കരയുന്ന ഒരാളല്ല. അത് കറക്റ്റാണ്, JP പറഞ്ഞ കറക്റ്റാണ്. JP എൻ്റെ അടുത്ത് പറഞ്ഞു, ജയപ്രകാശ് എൻ്റെ അടുത്ത് പറഞ്ഞത് പെട്ടെന്ന് കരയത്തിൽ റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ അനന്തനാ പറഞ്ഞ കൺട്രോളർ, അളയാ കരയ്ക്കല്ല, അവൾ പെട്ടെന്ന് കരയും. എന്താണെന്ന് ഞാൻ പറയാം. കാരണം JP എനിക്ക് ബ്രദറാണ്, അനന്തൻ ചേട്ടനും ബ്രദറാണ്. അപ്പോൾ JP ഇതുവരെ എൻ്റെ അടുത്ത് ഹാർഷായിട്ടോ അല്ലെങ്കിൽ ഒരു കളിക്ക് പോലും എന്നെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അനന്തൻ ചേട്ടൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ കളിയാക്കും, എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ചൊറിയാൻ നോക്കും. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ എനിക്കതങ്ങ് ഫീലായി. അപ്പൊ ഞാനങ്ങ് കരഞ്ഞു. അപ്പം എനിക്ക് അവരെ ഇഷ്ടമുള്ള, അതുകൊണ്ടാണ് എനിക്കത് ഫീൽ ആയത്. JP അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞേനെ. പക്ഷെ JP അതിനൊരു വക ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അനീഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അനീഷ് ആരാ? ഞാൻ തന്നെ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? പ്രതികരണം എങ്ങനെ ആയിരിക്കും? നല്ല റിയാക്ട് ചെയ്യും. അതെനിക്ക് മനസ്സിലായി. കാര്യം എന്ന് വെച്ചാൽ സംസാരം ആടത്ത് സംസാരിക്കും, മനസ്സിലാവും, ഐ കോൺടാക്റ്റിൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ മറ്റേ ആടെടുത്ത് മടക്കി മാറ്റി വെച്ചിരിക്കുക. ഇനി വരുന്ന വർഷങ്ങളിൽ, മാസങ്ങളിൽ, ആഴ്ചകളിൽ, ദിവസങ്ങളിൽ എന്താണ് ഒരു എയിം എന്ന് പറയുന്നത്? സെക്കൻഡ്സിലൊക്കെ എന്താണ്? ഉറങ്ങുന്ന സമയത്തും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവല്ലോ. ഒബ്വിയസ്ലി പറഞ്ഞ് MBA കഴിഞ്ഞു. പക്ഷെ നമ്മൾ അഭിനയത്തിൽ ആരെ പോലെ ചെയ്യണം, അല്ലെങ്കിൽ എന്താവണം എന്നാണ് ആഗ്രഹം? ആരെയും പോലെ ചെയ്യണ്ട, എനിക്ക് എന്നെ പോലെ ചെയ്താൽ മതി. എനിക്ക് എന്നെ ഓരോരുത്തരും പറയത്തില്ലേ അവരെ പോലെ ഇവരെ പോലെ, എനിക്ക് ഇഷ്ടമല്ല അത്. എനിക്ക് ആരെയും പോലെ ആവണ്ട. സെൽഫ് ഐഡന്റിറ്റി അല്ലേ, അത് വേണം. എന്ത് അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ തിരിച്ചും പറയാലോ, എന്റെ കണ്ണ് പോലെ ആ പുള്ളിക്കാരിയുടെ കണ്ണെന്നും പറയാലോ. ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ. അങ്ങനെയല്ല, എനിക്ക് എന്നെ പോലെ ആയാൽ മതി. സ്വന്തമായിട്ട് ഒരു നിലപാട്, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല, എന്ത് ക്യാരക്ടറാണ്? അതെ. ഡ്രീം ആസ് ഇൻ മൂവീസ് തന്നെയാണ്. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പം ഐ എം വർക്കിംഗ് ഓൺ മൈസെൽഫ്. സോ പയ്യെ എല്ലാം മൂവ് ഓൺ ചെയ്യാനല്ലേ. അച്ഛൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? അച്ഛൻ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ അമ്മ വർക്കിംഗ് ആയിരുന്നു ബാങ്കിൽ. അമ്മ MCOM. അപ്പം വർക്കിംഗ് ആയിരുന്നു. പിന്നെ അച്ഛൻ്റെ കൂടെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തായിരുന്നു ഡൽഹിയിൽ. അപ്പം അമ്മ വർക്ക് കളഞ്ഞു. ഏത് ബാങ്കിലായിരുന്നു അമ്മയ്ക്ക് ജോലി? മുത്തൂറ്റ്. അപ്പോൾ പ്രേക്ഷകർ ചോദിക്കുമ്പോൾ കണക്കെടുക്കാൻ വന്നതെന്ന് ചോദിക്കും, കമൻസ് വരും. നമ്മളെ മേഘയുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് ആർക്കും അറിയത്തില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പെറ്റ്സിന്റെ പേരെന്തൊക്കെയാണ്? മിയ, മാഗി. ഏത്? മിയ ആൻഡ് മാഗി. അപ്പൊ ആ മിയയുടെ ഒട്ടിരിക്കുന്നതാണോ പറഞ്ഞത്? ആ മിയയുടെ ഒട്ടിരിക്കുന്നത് ആരും പറഞ്ഞില്ല, ചുമ്മാ പറഞ്ഞു കേട്ടോ. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഈ സൈഡിൽ നോക്കുക മിയ തന്നെ കേട്ടോ. ഞാൻ അതാണ് ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരുന്നത്. ഈ മലയാളി മിയ, മലയാള സിനിമ ആക്ട്രസ് മിയ. അത് നമ്മൾ ഈ ചില റിയാലിറ്റി ഷോസ് നമ്മൾ കാണുമ്പോഴേ ഈ സുന്ദരികളെ മാത്രം എയിം ചെയ്തുകൊണ്ട് ചില ഡാൻസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരാറുണ്ട്. അത് എനിക്ക് തോന്നിയ എൻ്റെ പ്രോസ്പെക്റ്റിലുള്ളതായിരിക്കാം കോമ്പറ്റീഷൻസ്, അതായത് റിയാലിറ്റി ഷോസ് ഇല്ലേ. അപ്പോൾ ഈ ചില സുന്ദരികളെ മാത്രം എയിം ചെയ്തുകൊണ്ടുള്ള ചില ചാനൽസിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരെക്കാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരും അതെ. നേരത്തെ ഒരു കറുപ്പിനെ കുറിച്ച് ഒരാൾ പറഞ്ഞ പോലെ അങ്ങനെ ചെറിയ പാഷ്വാലിറ്റി ചില ചാനൽസിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം. കാര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരാളാണ് താങ്കൾ. സൗന്ദര്യമായാലും ഡാൻസ് കളിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പാട്ട് ഡാൻസ് ആകുമ്പോൾ ഞാൻ കളിപ്പിക്കത്തില്ല, പാട്ടാകുമ്പോൾ പാടിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. എനിക്ക് ശരിക്കും പാട്ട് എന്തായാലും രണ്ടുപേരും നമുക്ക് പാടണം. അത് ലാസ്റ്റ് നമുക്ക് പാടാം. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. അല്ല, ഞാൻ ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ റൈറ്റ് ക്വസ്റ്റ്യൻ അല്ലേ അത്?
അങ്ങനെ ഞാൻ എല്ലാം തികഞ്ഞ ഒരാൾ ഒരിക്കലും അല്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ മൈനസ് ഉണ്ട്. അത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിന് അറിയാം എന്തായതാന്ന്. ഇപ്പം തന്നെ ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ട്രിവാൻഡ്രം സ്ലാങ് വരും. ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ചൊക്കെ കടിച്ചു പിടിച്ചാണ് വെക്കുന്നത്, എന്നാലും കുറച്ചൊക്കെ റിയാലിറ്റി ഷോയുടെ കാര്യം എനിക്ക് പേഴ്സണലായിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല, ഞാൻ ഒന്നിനും പോയിട്ടുമില്ല. പിന്നെ അതിൽ പോയ ഫ്രണ്ട്സിനെ കുറച്ച് പേര് അറിയാം, ആരാന്ന് ചോദിക്കല് പറയാൻ പറ്റത്തില്ല. ഇൻഡസ്ട്രിയിലുള്ളവരാണോ? അല്ലല്ല, അവർ റിയാലിറ്റി ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ത്രൂ ദാറ്റ് അവർ ഫേമസ് ആണ്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട്. അവർ ഏത് തലത്തിലാണ്? ഡാൻസിന്റെ ഫേമസ് ആണോ അതോ അല്ലാതെ? ഡാൻസിന്റെ ഇതിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ആള്. അപ്പം പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ആ സമയത്ത് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു, ബട്ട് ഹീ വാസ് ഡാൻസിങ് സോ വെൽ, എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ ജഡ്ജസ് പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഓക്കെ, ഈ സ്റ്റേജിൽ ഓക്കെ, പക്ഷെ മുമ്പോട്ട് പോകുമ്പം ഇനിയും ടഫായിക്കൊണ്ടിരിക്കും, ഈ ഒരു ഇത് വെച്ച് താൻ ഇനി എങ്ങനെ മുകളിലോട്ട് കയറും എന്നും പറഞ്ഞ് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഹെൽത്ത് ബേസ്ഡ് ഒരു ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു ചാൻസ് കൊടുത്തു നോക്കാമായിരുന്നു. മേ ബി ഹി കുഡ് ഹാവ് ഡൺ ഫാർ ബെറ്റർ. സോ അത് അങ്ങനത്തെ കുറച്ച് കാര്യം, അല്ലാതെ ഈ കളറ് അത് എനിക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ശരി, ഞാൻ കളറിനെ കുറിച്ച് ഒരു ലേഡി പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനെയാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു കലാകാരിയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും, അതായത് ഒരു വിവരക്കേടായിട്ട് തോന്നുന്നു, അവരുടെ വിവരമില്ലായ്മയായിട്ടാണോ പറഞ്ഞത്? എല്ലാവരും എതിർത്തൊരു കേരളം മൊത്തം ആ സ്ത്രീയെ എതിർത്തതാണ്, ട്രോളി എതിർക്കുകയും ചെയ്തു, നശിപ്പിച്ചു. എന്താ മേയക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? എനിക്ക് അവരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ അച്ഛൻ നോർമൽ ഇതാണ്, കറുപ്പ് നോർമൽ പൊതു നിറമാണ്. ഞാൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. എൻ്റെ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനാണ്. അപ്പം എനിക്കൊരിക്കലും ആ ഒരു കളർ എന്നുള്ളൊരിത് എൻ്റെ മൈൻഡിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് പോലും ഐ കാൺട്ട് ഈവൻ റിലേറ്റ്. എന്തിന്റെ എനിക്ക് അത്രേ തോന്നിയുള്ളൂ. എന്തിന്റെ ആവശ്യമായിരുന്നു? മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നു അവരെ ആരെയും മൈൻഡ് ചെയ്തിരുന്നപ്പോ എല്ലാരെയും അറിയിക്കാൻ വേണ്ടി, ഒരാളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി. സെന്റർ ഓഫ് അട്രാക്ഷൻ. അതെ ക്യാമറ സ്പേസ്. എനിക്ക് ഒന്നേ ചോദിക്കാനുള്ള എന്തിനായിരുന്നു? പറഞ്ഞത് വിവരക്കേടല്ലേ? വിവരക്കേടല്ല, എന്താ പറയാ, മണ്ടത്തരം. അതുമല്ല, വേറെ എന്തെങ്കിലും വാക്ക് കണ്ടുപിടിച്ചോണ്ട് പറഞ്ഞു. അതെ പക്ഷെ വേറെ നല്ല വാക്കുകൾ ഫേസ്ബുക്കിലും വരുന്നുണ്ട് കേട്ടോ, വാട്സപ്പിൽ, ഈ യൂട്യൂബിലൊക്കെ കമന്റ്സ് നല്ല വാക്കുകൾ അവർക്ക് വരുന്നുണ്ട്. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ചോദിച്ചു മേടിച്ചു. പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരെല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ആളുണ്ടെന്ന്. പോയി, എല്ലാം പോയി. കാര്യം അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇനി വരാൻ പോകുന്ന ഇപ്പൊ 2 എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലവിൽ ഇപ്പൊ ഇത് 2 ആണോ ചെയ്യുന്നത് അതോ ഇനി വേറെ എന്തെങ്കിലും? ഇല്ല 2 എണ്ണം. നമുക്ക് ഷെഡ്യൂൾ ഇതല്ലേ 15 അല്ലേ? ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും അല്ലേ? ഈ സൂര്യയുടെ ഷൂട്ട് നടക്കുന്നത് എവിടെയാണ്? സൂര്യയുടേത് നമ്മളെ വീട്, നായകന്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്നത് പൂങ്കുളം കബനി വീട്. ട്രിവാൻഡ്രം തന്നെയാണല്ലേ? കോവളത്തിനടുത്ത് കബനി വീട് എന്ന് പറഞ്ഞിട്ട്. ബാക്കി വേറെ എവിടേക്കോ, അവിടെ ഞാൻ പോയിട്ടില്ല. അല്ല, മേയക്കുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെയാണല്ലേ? അപ്പോൾ ഓടി എത്താൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഇതിനകത്തെ കഥ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ അകത്തെ കഥ ഇപ്പൊ ഞാൻ ഭയങ്കര ക്രൂര ആയി വരികയാണ്. ചേച്ചീനെ റെസ്പെക്റ്റ് ഒന്നുമില്ല, പേര് വിളിക്കാൻ തുടങ്ങുന്നു. പിന്നെ ഞാൻ മേഘയായിട്ട് വരുന്നു അല്ലേ? അതായത് എല്ലായിടത്തും റിയാക്ട് ചെയ്യുന്നല്ലോ, പുറത്ത് റിയാക്ട് ചെയ്തില്ലേ? അതുപോലെ ഇവിടെ കാര്യമില്ലാതെ വെറുതെ റിയാക്ട് ചെയ്യും. കാര്യമുള്ളതിനല്ല റിയാക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ആ കഥാപാത്രം അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ചിലപ്പോൾ ക്യാച്ച് ചെയ്യും. പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആ ഭയങ്കര പോകുന്നു. എൻ്റെ അടുത്ത് എന്നെ വന്ന് കണ്ടിട്ട് ഇതാ പറഞ്ഞു, ചേച്ചിനെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ, കുറുമ്പത്തി ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഇതിങ്ങനെയാ വന്ന് പറയുന്ന ആൾക്കാർ അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് കൂടുതലും വരുന്നത്. പിന്നെ ഈ കനകക്കുന്ന് അവിടെ മറ്റേ ഫെസ്റ്റ് അങ്ങനത്തെ ഒക്കെ വരുമ്പോ അവിടെയും കുറെ പേര് വന്ന് അവിടെ ചേച്ചിമാരൊക്കെ ഗസ്റ്റ് ആയിട്ടാണ് പോകാറുള്ളത്, കാണാൻ വേണ്ടി. ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമോ അതോ നോർമലി പോകും? ഞാൻ ഓടും ആരെങ്കിലും ഒക്കെ. പിന്നെ ചിലർ കയറി കൈ പിടിക്കുമ്പോഴാണ് അങ്ങനെ. പിന്നെ എന്റെ ഫ്രണ്ട്സ് കളിയാക്കും, എന്നാൽ ഞാൻ കേൾക്കാത്തതുപോലെ പോകും. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ആ ഒരു പബ്ലിക് പ്ലേസിൽ എനിക്കൊരു നോർമൽ പേഴ്സൺ ആയിട്ട് നിൽക്കാനാണ് താല്പര്യം. അപ്പൊ എന്റെ ഫ്രണ്ട് ഇവരിങ്ങനെ സീരിയലിലെ കൊച്ചല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കും, പക്ഷെ ഞാൻ അങ്ങ് നടക്കും. അത് അവരെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല, എനിക്കൊരു ഷൈനസ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഉടനെ ഫ്രണ്ട്സ് എടിതാ നിന്നെ വിളിക്കണം, വിളിച്ച് കാണിക്കും. അപ്പൊ പിന്നെ എനിക്ക് പോവാതിരിക്കാനും പറ്റൂല. അങ്ങനെ പോയി മിണ്ടിയിട്ടുണ്ട്.
പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പം. അല്ല തീർച്ചയായിട്ടും അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പം ഉറപ്പായിട്ടും പുറത്തിറങ്ങുമ്പോൾ അവരൊക്കെ എനിക്ക് എന്നെ ഞെട്ടിപ്പിച്ച ഒരു ഇതുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ അവിടെ 2-3 ദിവസമായിട്ട് പോവുക സ്ഥിരമായിട്ട്. ആ സമയത്ത് ഒരു അങ്കിള്, അപ്പോൾ അങ്കിളുണ്ട്, വൈഫുണ്ട്, കൊച്ചുണ്ട്. ഇവർ 3 പേരും ഇങ്ങനെ നടന്നു പോകുമ്പം ആ കൊച്ചിങ്ങനെ അങ്കിളിനെ വിളിച്ചിട്ട് കാണിക്കുക, അച്ഛ അച്ഛ അച്ഛ. അപ്പോൾ ഞാൻ കൊച്ചിനെ നോക്കി, നല്ല ക്യൂട്ടായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അതിനെ നോക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ഛ അച്ഛ അച്ഛ. അപ്പോൾ അങ്കിള് ഭാര്യ കൊച്ചിനെ കൊണ്ടുപോയി. എന്നിട്ട് അങ്കിള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പാർവതി സീരിയലിലല്ലേ, ഞാൻ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ അങ്കിളൊക്കെ കാണുമോ സീരിയല്? പറഞ്ഞു ആ മോളെ പല്ലവി എന്നല്ലേ, എനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, എനിക്ക് ഷോർട്ട് ഹെയർ ആക്ച്വലി. അപ്പോൾ അതിൽ മറ്റേ 2 സൈഡും കെട്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നെ എനിക്ക് സ്പെക്സ് ഉണ്ട്, അപ്പം സ്പെക്സും മുടിയില്ല, അങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല. അയ്യോ ഭയങ്കര അതാണ് വിശേഷമൊക്കെ ചോദിച്ചു. അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ സ്പെക്സ് യൂസ്